ചായ കുടിക്കാൻ എവിടെയെങ്കിലും കയറിയാൽ അപ്പം വിശക്കാൻ തുടങ്ങും. അതും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ അതൊരു ഹെവി ഫുഡടി ആയിട്ട് മാറും. അത്യാവശ്യം വയറൊക്കെ നിറച്ച് ഞാനൊരു കടയിൽ കയറി കേട്ടോ. ഒരു കംപ്ലീറ്റ് ക്യൂട്ട്നെസ് വാരി എറിയുന്ന ഒരു ഷോപ്പ്. കാണുന്നതെല്ലാം എടുത്ത് അങ്ങ് ഓടാൻ തോന്നും. ഇതുപോലുള്ള കടയിലൊക്കെ എത്തിപ്പെട്ട പിന്നെ എന്നെ നോക്കണ്ട. ഫോണിൻ്റെ സെറ്റിങ്സ് എന്തോ ചേഞ്ച് ചെയ്യാനുണ്ട് തോന്നുന്നു. ഞാനിവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഫോണിനൊരു ഫ്ലിക്കറിങ് പോലെ. ഇവിടുത്തെ ലൈറ്റിങ്ങും എൻ്റെ ക്യാമറയും സെറ്റ് ആവുന്നില്ല. ഹബിയുടെ കൂടെ ഇതുപോലത്തെ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പാവം എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുക. ഇത് നോക്കി, ബേബീസിനുള്ള നെയിൽ എക്സ്റ്റൻഷൻസ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെ സാധനങ്ങളല്ലേ. അത് കണ്ടോ, അബി അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള സേവിങ് ബോക്സ് എടുത്ത് കാണിക്കുക. എനിക്ക് ഈ ചാംസൊക്കെ വാങ്ങാൻ മുട്ടിയിട്ട് വയ്യ. പക്ഷേ എനിക്ക് ഓൾറെഡി ഒരു ജീവനുള്ള ക്യൂട്ടി വീട്ടിലുള്ളത് കൊണ്ട് ഇതും കൊണ്ട് വീട്ടിൽ പോയാൽ ഇതിൻ്റെ ഓണർഷിപ്പ് മാറി അത് റിയോൻ്റെ ആവും. സോ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ഡെസേർട്ട് ഷോപ്പിൽ കയറി. ഇവിടെ എത്തിയപ്പോൾ അത് കഴിഞ്ഞ ഷോപ്പിൽ കണ്ട പോലെ വേറൊരെണ്ണം. ഒരു കൗതുകത്തിന് ഞാനതങ്ങ് വാങ്ങി. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ പാവം തോന്നി. ഒരു കൊലപാതകമൊക്കെ ചെയ്ത് അതിനെ തിന്ന പോലെ തോന്നി. പിന്നെ അതങ്ങ് കഴിച്ചു. ടേസ്റ്റ് വൈസ് നൈസായിരുന്നു. ഒരു ചോക്ലേറ്റ് റിച്ചായ സോഫ്റ്റ് ടെക്സ്ചറുള്ളൊരു കേക്കൊക്കെ ഇല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഫേസ് മാസ്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ണാണല്ലേ. എനിക്ക് ഈ ഒരു പ്രോസസ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ അബിയേയും പിടിച്ചിരുത്തി ഇട്ട് കൊടുത്തിട്ടോ. നമ്മൾ രണ്ടാളും സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബാക്ക്വേർഡാണ്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെന്താ, യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ദിസ് ഈസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് മൈ ഡേ.